അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 2019 IPB പബ്ലിഷ് ചെയ്ത ഹർഷ് മന്ദർ രചിച്ച ഫാക്ടൽ ആക്സിഡന്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ജന്മം 1000 മരണം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. തങ്ങളുടെ ജന്മം കലാപകാരികളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഒത്തുപോവാത്തതിൻ്റെ പേരിൽ വളരെയധികം ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ, തങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരാണെന്നും തങ്ങൾ ജയിലകപ്പെടേണ്ടവരാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന് അറിയാതെ ജയിലകപ്പെടുന്നവർ, സമൂഹത്തിൽ ഒരു വില പോലും ഇല്ലാത്തവർ തുടങ്ങി നിരവധി ജീവിതങ്ങൾ ഇന്ത്യയിൽ വ്യാപകമാണ്. ഈ ജീവിതങ്ങളെക്കുറിച്ച് പഠിക്കാനോ കുറിച്ച് മനസ്സിലാക്കാനോ എഴുതാനോ പ്രസംഗിക്കാനോ ഇന്ന് ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനങ്ങൾ തയ്യാറല്ല. ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ ഒരു അവസ്ഥയിലാണ് ഹർഷ് മന്ദർ ഈ ജീവിതങ്ങളെ തൊട്ടറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് പുസ്തക രൂപത്തിൽ എഴുതുകയാണ്. ദ ഫാക്ടൽ ആക്സിഡന്റ് ഓഫ് ബർത്ത് എന്ന ഒരു ജന്മം 1000 മരണം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. തൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുകയും അദ്ദേഹം സാമൂഹിക ക്ഷേമത്തിനും സാമൂഹിക നന്മയ്ക്കും വേണ്ടി അദ്ദേഹം അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ആ ഒരു സേവനത്തിൻ്റെ ഇടക്കാണ് ഈ ഒരു പുസ്തകം രചിക്കുന്നത്. ചർച്ച ചെയ്യുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ നിരവധി കാര്യങ്ങൾ ഈ ഒരു പുസ്തകത്തിലൂടെ പരാമർശിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി പറയാൻ പറ്റുന്ന, ഹൈലൈറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പറയാൻ പറ്റുന്ന ഒന്നാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ സമൂഹ മധ്യേ ചർച്ച ചെയ്ത രോഹിത് വെമുലയെ കുറിച്ച്. രോഹിത് വെമുല അദ്ദേഹം ക്യാമ്പസ് മുറിക്കുള്ളിൽ തൻ്റെ ജന്മം ഒരു അത്യാഹിതമാണെന്നും അദ്ദേഹം കുറിച്ചു വെച്ച് കോളേജ് മുറിക്കുള്ളിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം ഈ പുസ്തകത്തിലൂടെ വളരെ വിശദമായി ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയിലെ ഒരു വിദ്യാർത്ഥിനിയെ വിൽക്കപ്പെടുകയും അതിനെതിരെ വളരെ പീഡമായി ആക്രമിക്കപ്പെട്ട മാതാപിതാക്കളെ ഒരു പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി നിർഭയ കേസിൽ 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പിഞ്ചു ബാല്യയെ വളരെ ബലാത്കാരമായി പീഡിപ്പിച്ച ആ ഒരു സംഭവത്തെയും ഈ ഒരു പുസ്തകം ചർച്ച ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി വളരെ അധികം ഹൈലൈറ്റായി പറയുന്ന വളരെ ഭാഗങ്ങൾ ഈ ഒരു പുസ്തകത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ പറയേണ്ടത് 2002 നടന്ന വംശഹത്യ, ഗുജറാത്ത് വംശഹത്യ പുസ്തകത്തിൽ വളരെ അധികം വിശദമായ ഒരു പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും 2002 നടന്ന ഇന്ത്യയിലെ തന്നെ മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു കലാപം തന്നെയാണ് ഗുജറാത്ത് കലാപം. മുസ്ലിം മതസ്ഥരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ചുട്ടുകൊല്ലുകയും തലകൾ കൊയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരതയ്ക്കാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഈ പുസ്തകത്തിലൂടെ ലേഖകൻ അതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അത് വായിക്കുന്ന ഏതൊരു വായനക്കാരുടെയും ഉള്ളു പിടിച്ചുലക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് അതിലൂടെ ലേഖകൻ പറയുന്നത്. 31 വയസ്സുകാരിയായ നസീബ ബഹൻ മുഹമ്മദ് ബായ് എന്ന് പറയുന്ന ഒരു യുവതിയെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അന്ന് കലാപത്തിൽ സ്വന്തം കുടുംബങ്ങളെയും സ്വന്തം മക്കളെയും ഭർത്താക്കന്മാരെയും ഒക്കെ നഷ്ടപ്പെട്ട 30ഓളം ദമ്പതിമാർ, 30ഓളം വിധവകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അപ്പാർട്ട്മെന്റിൽ ആ 30ഓളം വിധവകളെ ഒന്നിച്ച് താമസിപ്പിക്കുകയാണ്. ഒരേ വേദന കടിച്ചമർത്തുന്ന 30ഓളം വനിതകൾ. ആ വനിതകളിൽ നിന്ന് ഈ പറഞ്ഞ പേര് മാത്രം അദ്ദേഹം എടുത്തു പറഞ്ഞത് 25ഓളം മക്കളെയും
ഭർത്താക്കന്മാരെയും അടക്കം 25ഓളം ആളുകൾ തൻ്റെ സ്വന്തം ആളുകളെ നഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ വേദന കടിച്ചമർത്തി മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ഒരു യുവതി ആയതുകൊണ്ട് തന്നെയാണ് ആ പേര് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. നമ്മളൊന്നും കാണാത്ത, നമ്മളും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാം. പിന്നെ ഒന്ന് ചർച്ച ചെയ്യേണ്ടത്, ഹൈലൈറ്റായി പറയുന്ന ഒരു വിഷയമായി എനിക്ക് തോന്നുന്നത്, ഒരു വിദ്യാർത്ഥിനിയെ വളരെ ക്രൂരമായി ആക്രമിക്കുകയും സമൂഹത്തിൽ ഒരു താഴ്ന്ന ജാതിക്കാരിയായി എന്നതിൻ്റെ പേരിൽ വളരെയധികം ക്രൂരമായി ആക്രമിക്കപ്പെട്ട ആ വിദ്യാർത്ഥിനിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. തീർച്ചയായും പാരാമെഡിക്കൽ സ്റ്റുഡൻ്റായ ഒരു വിദ്യാർത്ഥിനിയെ 6 അംഗങ്ങൾ കൂടി ബസ്സിലിട്ടുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി. താഴ്മ ജാതിയിൽ പെട്ടതുകൊണ്ട് ഈ 6 അംഗങ്ങളെയും ജയിൽ മോചിതരാക്കിയപ്പോൾ അവരുടെ അമ്മ ആശാദേവി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകൾ മരിച്ചപ്പോൾ തന്നെ ഞാനും മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ തോൽക്കുന്നത് എൻ്റെ മകളെ ക്രൂരമായി പീഡിപ്പിച്ച അംഗങ്ങളെ മോചിതരാക്കിയപ്പോൾ എനിക്ക് അനീതി അസാധ്യമായിരിക്കുന്നു. നീതിക്കെതിരെ പോരാടാൻ സാധിക്കുന്ന വിധം ഞാൻ പോരാടിയിട്ടും എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ നീതി ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വിദ്യാർത്ഥിനിയുടെ അച്ഛൻ ബദ്രി സിംഗ് പറയുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് വലുതാക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ എൻ്റെ മകളുടെ ഇഷ്ടപ്രകാരം ഞാൻ വിദ്യാഭ്യാസത്തിന് വിട്ടപ്പോൾ എൻ്റെ മകളെ എനിക്ക് പിന്നെ കാണാൻ ലഭിച്ചത് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടിയായിട്ടാണ്. ബദ്രി സിംഗ് 5ാം ക്ലാസ് മുതൽ തന്നെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചതാണ്, എൻ്റെ മക്കളെ അതിസുന്ദരമായി എൻ്റെ ജോലിയിൽ നിന്ന് കുറച്ച് ഭാഗം അല്ലെങ്കിൽ ഒരു പകുതി ഭാഗം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നത്. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പറഞ്ഞുവിട്ട് അതിസുന്ദരമായി ആ വിദ്യാർത്ഥിനെ പഠിപ്പിച്ചു. നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് സാമൂഹിക മാറുന്ന ജീവിതത്തിന് പിന്നിലുള്ള നീർന്ന യാഥാർത്ഥ്യങ്ങൾ അല്ലേ, നീർന്ന യാഥാർത്ഥ്യങ്ങൾ. ആ നീർന്ന യാഥാർത്ഥ്യങ്ങൾ രാഷ്ട്രീയമായ യാഥാർത്ഥ്യങ്ങളാവാം, സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളാവാം. അതിൻ്റെ പശ്ചാത്തലത്തെ വിശകലനം ചെയ്യുകയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹർഷമന്ദർ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ഇത് നിങ്ങളുടെ കഥകളോ അതോ എൻ്റെ കഥകളോ ആകാൻ യാതൊരു ചാൻസും ഇല്ല, പക്ഷേ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട കുറേ വാക്കുകളാണ്, കുറേ ആശയങ്ങളാണ്. നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് ഈ പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. വളരെ ഹാസ്യരൂപണ എന്നോണം ഈ ഒരു പുസ്തകത്തിലൂടെ വേറൊരു കാര്യം അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അതായത് എത്ര പേർ മരിച്ചു പോയെന്ന് ആളറിയാൻ ഇനി എത്ര പേർ മരിക്കണം എന്ന് ഹാസ്യരൂപേണ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. ഇത് ഉൾക്കൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെയുള്ള അരാജകമായ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒരു പുസ്തകത്തെ ഉൾക്കൊള്ളണം, നിങ്ങൾ വായിക്കണം എന്ന് തീർത്തും പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ പുസ്തകം അവസാനിപ്പിക്കുകയാണ്, ചർച്ച അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.